നമ്മുടെ കണ്ണൂർ നഗരത്തിലെ ഒരു പ്രധാന ജംഗ്ഷനാണിത്. നേരെ കാസർഗോഡ് മംഗലാപുരം ഹൈവേയും വലത്തോട്ട് തിരിഞ്ഞു പോകുന്നത് കക്കാട് പുല്ലൂപ്പി ഭാഗത്തേക്ക് പോകുന്ന റോഡുമാണ്. നല്ല ഗതാഗത തിരക്കുണ്ടാവുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഒരു പോലീസുകാരനാണ് ഈ ഗതാഗതം നിയന്ത്രിക്കുന്നത് ഇവിടെ. നിത്യേന ചെറുതും വലുതുമായ അപകടങ്ങൾ ഏറെ നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. പോലീസുകാരനെങ്ങാനും വെയിലിൻ്റെ കാഠിന്യം കാരണം ഇച്ചിരി നേരം അങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് പലവിധ സർക്കസ് കാണിച്ച് വേണം ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകേണ്ടത്. ഒരു സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് എന്താണ് ഇവിടുത്തെ പ്രോബ്ലം എന്നറിയില്ല. അല്പം മാറി ഒരു 100-150 മീറ്റർ മാറി പ്രധാന സിഗ്നലുണ്ട്. കൽടെക്സിൻ്റെ അവിടെ റൗണ്ട് അബൌട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു സിഗ്നലുണ്ട്. അതിന് ബുദ്ധിമുട്ടാവോ എന്നുള്ളതാണ് അറിയില്ല. അവിടെ ഇവിടെയും സിഗ്നലാവുമ്പോൾ ക്യൂ വർദ്ധിക്കുകയും അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ആണോ അതിനൊക്കെ പരിഹാരം കാണാവുന്നതല്ലേ ഉള്ളൂ. ഇതുവരെ ഇവിടെ ഒരു സിഗ്നൽ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. ഒരു സാധാരണക്കാരന് തോന്നുന്ന ആശയം ഇവിടുത്തെ ഒരു സിറ്റിയിലെ ഗതാഗതം നിയന്ത്രിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് തോന്നാത്തത് എന്താണ് എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. ഇതൊക്കെ കാണാത്തതൊന്നുമല്ലല്ലോ അവരൊന്നും. ഇതുവഴി പോകുമ്പോഴും ഒക്കെ ഇവിടുത്തെ തിരക്കും ഇവിടെ നടക്കുന്ന പല പല അപകടങ്ങളും ഒക്കെ കാണുന്നതും അറിയുന്നതും ആണ് അവരൊക്കെ. എന്നിട്ടും ഇത്രയും കാലമായിട്ടും ഇവിടെ ഒരു സിസ്റ്റം കൊണ്ടുവരാത്തത് എന്താണെന്നാണ് നമ്മളെപ്പോലുള്ള അവരുടെ ചോദ്യം. ഗൾഫിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ ഒരു ടൗൺ എത്തുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും ഇവിടെ സിഗ്നൽ ഉണ്ടാവും, എങ്ങനെ ശ്രദ്ധിച്ചു പോകണം എന്നൊക്കെ ഒരു ഇതുണ്ടാവും. ഇവിടെയൊക്കെ അങ്ങനെ ആർക്കും അങ്ങനെ ഒരു ഓർമ്മയോ അങ്ങനെ ഒരു ചിന്തയോ വരുന്നില്ല. കാരണം ഇതൊന്നും കണ്ട് പരിചയം ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ അതോറിറ്റീസൊക്കെ സേഫ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ് വളരെ ചുരുക്കം ചില കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുകയും ഇതുപോലുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയും ഇല്ല എന്നുള്ളത് ഖേദകരമാണ്. സുരക്ഷിതമായ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ഗതാഗത വകുപ്പും ഉദ്യോഗസ്ഥരും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരേ ഒരു കാര്യം വേഗത കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ അതുമാത്രമല്ല, ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ട്രാഫിക് സംവിധാനം ഉണ്ടെന്നും അത് അവനെ പരിചയപ്പെടുത്തുകയും അവനെ ഓരോ ഡ്രൈവറിനെയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അപകടരഹിതമായ ഡ്രൈവിംഗ് നടപ്പാവുന്നത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ NH-66 വന്നു, 6 വരി പാത. അതിപ്പോൾ പലയിടത്തും തുറന്നു കൊടുത്ത് പലയിടത്തും ഇനിയിപ്പോൾ അത് ഓപ്പൺ ആവാൻ പോവുകയാണ്. അതിലൊക്കെ എങ്ങനെ ഡ്രൈവ് ചെയ്യണം, എങ്ങനെ ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ജംഗ്ഷൻ റൈറ്റിലോട്ട് തിരിഞ്ഞു പോകുമ്പോൾ ഏത് ട്രാക്കിലിടണം, ഇതൊക്കെ ആര് പഠിപ്പിക്കുമെന്നാണ്.